കാർ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ഗൗരി ആശ്ചര്യത്തോടെ ദേവനെ നോക്കി. ഡ്രസ്സ് മാറണ്ടേ? നമ്മൾ വീട്ടിലേക്കല്ലേ, പിന്നെന്തിനാ? വീട്ടിൽ പോകുന്നതിന് മുമ്പ് മറ്റ് ചില സ്ഥലത്തു കൂടി പോവാനുണ്ട്. ഈ കോലത്തിൽ പോയാൽ ശരിയാവില്ല, ആകെ നനഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടത്? എന്നിട്ട് ഞാൻ മുഴുവൻ നനഞ്ഞപ്പോൾ നിന്ന് ചിരിക്കുന്നു. അതുകൊണ്ടാ ഞാനും നനച്ചത്. ആഹാ, നീയല്ലേ എൻ്റെ മുഖത്ത് ആദ്യം വെള്ളം തെളിച്ചത്? ഞാൻ തളിച്ചതല്ലേ ഉള്ളൂ. തർക്കിക്കാൻ അല്ലെങ്കിൽ നീ മിടിക്കുക, ഇറങ്ങ് എന്ന് പറഞ്ഞ് ദേവൻ ഇറങ്ങി. അവർ ടെക്സ്റ്റൈൽസിൽ കയറി ഡ്രസ്സ് എടുത്ത് ട്രയൽ റൂമിൽ ചെന്ന് അത് മാറി. അവിടുന്ന് ഇറങ്ങി കാറിൻ്റെ സീറ്റ് ടവലും മാറ്റിയതിന് ശേഷം കാർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഗൗരി വല്ലാതെ പേടിച്ചു. എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ ഒരാളെ കാണാൻ. ഇറങ്ങ് എന്ന് പറഞ്ഞ് ദേവൻ ഇറങ്ങി. അവൾ ഇറങ്ങാൻ മടിച്ച് കാറിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് ദേവൻ വന്ന് ഡോർ തുറന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല, ദേവേട്ടൻ പോയിട്ട് വരൂ. നീ ഇറങ്ങ്, നീ ഇല്ലാതെ എങ്ങനെ ഞാൻ അയാളെ കാണാൻ ചെല്ലുന്നത് എന്ന് പറഞ്ഞ് ദേവൻ നിർബന്ധിച്ചു. നിവർത്തിയില്ലാതെ അവൾ ഇറങ്ങി അവൻ്റെ കൂടെ ചെന്നു. മഹാദേവ, സുഭാഷ് വല്ലതും പറയോ? ഏയ് ഇല്ല, അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ലേ, അതുകൊണ്ട് പറയാണ്ടാവില്ല. എങ്കിലും അവൻ എന്നോട് ദേഷ്യമുണ്ടാവും. അവനെ കാണുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെ ഒഴിവാവും? അങ്ങനെ ചിന്തിച്ച് അവൾ ദേവൻ്റെ കൂടെ നടന്നു. കാഷ്വാലിറ്റിക്ക് മുന്നിലെത്തിയപ്പോൾ വീൽ ചെയറിൽ പോകുന്ന ഒരാളെ കണ്ട് ദേവൻ പറഞ്ഞു. ആഹാ, പോവുകയാണോ? ഗൗരി, നിനക്ക് ആളെ മനസ്സിലായോ? ഗൗരി അയാളെ സൂക്ഷിച്ചു നോക്കി. മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. ചുണ്ടു പൊട്ടി വീർത്തിട്ടുണ്ട്. മുഖമാകെ നീലയും ചുവപ്പും കലർന്ന പാടുകൾ. മുഖം നല്ലതുപോലെ നീരു വന്ന് വീർത്തിരിക്കുന്നു. ഇരു കൈകളും സ്ലിങ്ങിൽ തൂക്കിയിട്ടിരിക്കുന്നു. കാലിലാകട്ടെ ബാൻഡേജും ചുറ്റിയിരിക്കുന്നു. ഗൗരി സംശയത്തോടെ നോക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു. ആ, അയാൾ തന്നെ, രാമകൃഷ്ണൻ ചേട്ടൻ. എന്താ പറ്റിയത്? കൂടെ ഉണ്ടായിരുന്ന ആളോട് ദേവൻ ചോദിച്ചു. ഉച്ചയ്ക്ക് കഴിക്കൽ കഴിഞ്ഞ് തോട്ടത്തിലേക്ക് പോയതാ. തോട്ടത്തിലെ പണിക്കാർ കഴിച്ചു കഴിഞ്ഞ് തോട്ടത്തിലെത്തുമ്പോഴേക്കും ആൾ ഈ അവസ്ഥയിലായി. പന്നിശല്യം ധാരാളം ഉണ്ടേ. രാത്രിയിലാ കൂടുതലും. ഇപ്പോൾ പകൽ ഇറങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പന്നി കുത്തിയതാ. അയ്യോ, കഷ്ടായിപ്പോയി അല്ലേ ഗൗരി? നിങ്ങൾ പരിചയക്കാരാണോ? കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു. പിന്നെ നല്ലതുപോലെ അറിയാം, ദേവൻ പറഞ്ഞു. എങ്കിൽ കുറച്ചു നേരം ഇവിടെ നിൽക്കുമോ? ഞാൻ ഫാർമസിയിൽ പോയി ഈ മരുന്നെല്ലാം ഒന്ന് വാങ്ങിയിട്ട് വരാം. ഓ, അതിനെന്താ, നിൽക്കാലോ, ചേട്ടൻ പോയിട്ട് വാ. ഗൗരി സഹതാപത്തോടെ രാമകൃഷ്ണനെ നോക്കി നിന്നു. അയാൾ അവിടുന്ന് പോയതും ദേവൻ രാമകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്ന് പതുക്കെ പറഞ്ഞു. ഇനി നിന്റെ നിഴല് പോലും ഗൗരിയുടെ പരിസരത്ത് കൂടെ ചെല്ലരുത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ മൂക്കിൽ പ്ലാസ്റ്റർ വെച്ചടച്ചെങ്കിലും വായിലൂടെ വലിക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, അത് ബാക്കി നിർത്തില്ല ഞാൻ. പന്നിക്കഥ എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം തനിക്ക് പേടിയുണ്ട്. സ്ത്രീകളെ അപമാനിച്ചാൽ പിന്നെ പുറം ലോകം കാണാൻ ബുദ്ധിമുട്ടാണെന്ന് തനിക്കറിയാം. അതുകൊണ്ടാണല്ലോ പട്ടാപ്പകൽ പന്നി കുത്തിയെന്ന കള്ളക്കഥ മെനഞ്ഞത്. ദേവന്റെ വാക്കുകൾ കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഗൗരി അമ്പരപ്പോടെ നിന്നു. അയാൾ മരുന്ന് വാങ്ങി തിരികെ വന്നപ്പോൾ ദേവൻ പറഞ്ഞു. ദേ, ഭദ്രായി തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ടുപോവുമല്ലേ? അതെ, വീട്ടിൽ പോവുക തന്നെ. ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ മറ്റു വണ്ടികളിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, സൂക്ഷിച്ച് കൊണ്ടുപോണേ. അവരവിടുന്ന് പോയപ്പോൾ ദേവൻ പറഞ്ഞു. വാ, നമുക്ക് പോകാം. ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ആ ആളെ തന്നെ ഇപ്പം കണ്ടത് എന്ന് പറഞ്ഞ് ദേവൻ നടന്നു. അവർ ചെന്ന് കാറിൽ കയറി. ഒന്നും മനസ്സിലാകാതെ അവൾ ദേവനെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു. നിന്റെ അച്ഛൻ പറഞ്ഞു അന്ന് നിന്നെ ഇളയമ്മ തല്ലിയിട്ടില്ലെന്ന്, ശരിയാണോ? അവൾ ഞെട്ടലോടെ ദേവനെ നോക്കി. പേടിച്ച് തല താഴ്ത്തിയിരുന്നു. ശരിയാണോന്നാ ചോദിച്ചത്. പിന്നെന്താ ഉണ്ടായത്? അത് അയാൾ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരി സംഭവങ്ങളെല്ലാം വിവരിച്ചു. എന്നിട്ട് നീയെന്താ അത് അന്ന് എന്നോട് പറയാതിരുന്നത്? അത് ഇത്ര ദിവസം കഴിഞ്ഞറിഞ്ഞിട്ട് തന്നെ അയാളുടെ അവസ്ഥ ഇങ്ങനെ. അപ്പം അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിലോ? പിന്നെ നിങ്ങളെ കാണാൻ ഞാൻ ജയിലിൽ വരേണ്ടി വരുമായിരുന്നു. അത് കേട്ട് ദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ നീ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവളും അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. കുറച്ചു നേരം രണ്ടുപേരും മൗനമായി ഇരുന്നു. കാർ ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ ചെന്ന് നിർത്തിയപ്പോൾ ഗൗരി പറഞ്ഞു. എന്തിനാ ഇവിടെ നിർത്തിയത്? നമുക്ക് വീട്ടിൽ പോവാം, രാമേട്ടൻ കാത്തിരിക്കുന്നുണ്ടാവും. രാമേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകുമെന്ന്. അവൾ ഇറങ്ങാൻ മടിക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു. പേടിക്കണ്ട, നിന്നെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യൊന്നുമല്ല. അവസാനം നിന്നെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്.
ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്നെ വിട്ടു പോകുമ്പോൾ എന്നോട് ഒട്ടും ദേഷ്യം തോന്നരുത്. എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും നിനക്ക് ചെയ്തൂടെ? ദേവൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു. അവളുടെ ഉള്ളം വിങ്ങുന്നത് ദേവൻ അറിഞ്ഞില്ല. കണ്ണിലെ നനവ് അവൻ കാണാതെ തുടച്ചുമാറ്റി അവൾ കാറിൽ നിന്നിറങ്ങി അവൻ്റെ മുഖത്തു നോക്കിയൊന്ന് ചിരിച്ചു. റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചിറങ്ങി വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്ന് ഒരു ബേക്കറിയുടെ മുന്നിൽ കാർ നിർത്തി. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ദേവൻ കാറിൽ നിന്നിറങ്ങിപ്പോയി. അവൾ അവനെ നോക്കി കാറിനുള്ളിൽ തന്നെ ഇരുന്നു. ഉള്ളം വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. സ്വീറ്റ്സും ഫ്രൂട്ട്സും വാങ്ങി അവൻ തിരികെ വരുന്നത് കണ്ട് അവൾ വേഗം കണ്ണു തുടച്ച് മുഖത്തെ ഭാവം വ്യത്യാസപ്പെടുത്തിയിരുന്നു. ബാക്ക് ഡോർ തുറന്ന് ദേവൻ ആ വാങ്ങിയതെല്ലാം അവിടെ വെച്ചു. വീണ്ടും യാത്ര തുടർന്നു. ഗൗരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ പോകുന്നത് കണ്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ ഈ വഴിയേ? നിന്റെ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അവൾ അവൻ്റെ മുഖത്തു നോക്കി ചിരിച്ചു. ഗേറ്റിന് മുന്നിൽ കാർ നിർത്തിയിറങ്ങി. ദേവൻ വാങ്ങിയ സാധനങ്ങൾ അവൾക്ക് കൊടുത്തു പറഞ്ഞു, പോയി അച്ഛനെ കണ്ടിട്ട് വാ. ദേവേട്ടൻ വരുന്നില്ലേ? ഞാനില്ല, നീ പോയിട്ട് വാ. അവൾ ആ സാധനങ്ങളുമായി വീട്ടിലേക്ക് കയറി ചെന്നു. രാഘവൻ അവളെ കണ്ടതും വേഗം എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നീ എന്താ ഈ രാത്രി? വെറുതെ എല്ലാവരെയും ഒന്ന് കാണാൻ. ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. ചേച്ചി എന്ന് വിളിച്ച് ദീപ്തി അവൾക്കരികിലേക്ക് ഓടി വന്നു. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ ഗൗരി ദീപ്തിയുടെ കയ്യിൽ കൊടുത്തു. നീ തനിച്ചാ വന്നത്? രാഘവൻ ചോദിച്ചു. അല്ല, അദ്ദേഹം കാറിലുണ്ട്. ഓ, അവനെ പ്രത്യേകം എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ടി വരും, പങ്കജം പറഞ്ഞു. അതൊന്നും അല്ല ഇളയമ്മേ, അദ്ദേഹം വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ ഗൗരി, ഇതുവരെ വന്നിട്ട് ഇവിടേക്ക് വരാൻ പറയേണ്ടതല്ലേ നീ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ഗൗരി പങ്കജത്തെ ഒന്ന് നോക്കി. അവൾ പുച്ഛത്തോടെ നിൽക്കുന്നത് കണ്ട് ഗൗരി പറഞ്ഞു, നിർബന്ധിച്ച് അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഈ വീട്ടിൽ എനിക്ക് എന്ത് അധികാരം ഉള്ളതച്ചാ? ഈ വീട്ടിൽ ഇവർക്കെല്ലാം ഉള്ളതുപോലെ അധികാരം നിനക്കുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പലതും കണ്ടില്ലെന്ന് വിചാരിച്ച് നടന്നിരുന്നത് വെറുതെ വീട്ടിൽ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു മാത്രാ. ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം, നീ അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് രാഘവൻ ദേവനെ വിളിക്കാനായി ചെന്നു. രാഘവൻ വരുന്നത് കണ്ട് ദേവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്താ ഇവിടെ തന്നെ നിന്നത്? അകത്തേക്ക് വരായിരുന്നു. വേണ്ട, നിങ്ങൾക്ക് അവളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ കൊണ്ടുവന്നത്. എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ സംസാരിച്ച് അവളെ വേഗം വിട്. ഇതുവരെ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് ശരിയല്ല, കയറി വരൂ. രാഘവൻ വീണ്ടും നിർബന്ധിച്ചു. അപ്പോൾ ദേവൻ കൂടെ ചെന്നു. ദേവൻ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് ഗൗരിക്ക് സന്തോഷം തോന്നി. പങ്കജം, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. വേണ്ടച്ചാ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. 10 ലക്ഷമൊക്കെ ചെലവാക്കി കൊണ്ടുപോയതാണല്ലോ. ഇവൾ അവിടെ കയറി വന്നപ്പോഴേക്കും മുടിഞ്ഞോ? ഒരു പവൻ്റെ താലിച്ചെയിൻ പോലും വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്തത് കൊണ്ടാണോ താലി ഇപ്പോഴും ചരടിൽ കെട്ടിത്തൂക്കി നടക്കുന്നത്? പങ്കജം ചോദിച്ചു. പങ്കജം, നീ മിണ്ടാതിരിക്ക്. പങ്കജത്തിൻ്റെ ചോദ്യം കേട്ട് കുറ്റബോധത്തോടെ ദേവൻ ഗൗരിയെ നോക്കി. ഗൗരിക്ക് സ്വർണത്തിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, ദേവൻ പറഞ്ഞു. അത് നിനക്ക് അവളെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാ. ഇവളുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം ഇവൾ ആരാണെന്ന്. പങ്കജം, കയറിപ്പോകത്ത്. രാഘവൻ ഒച്ചയെടുത്തു. രാഘവൻ്റെ ഒച്ച കേട്ട് പങ്കജം അകത്തേക്ക് കയറിപ്പോയി. രാഘവൻ ടേബിളിൻ്റെ ഡ്രോയർ തുറന്ന് ഒരു കത്തെടുത്ത് പറഞ്ഞു. ഇത് നിന്റെ അമ്മാവൻ അയച്ച കത്താ. ഇത് തരാൻ വേണ്ടിയാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്.